ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ട് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ കാണാം. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്ന ഡിഷാണ് കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് ഇത് നമ്മുടെ തെമുവിൽ നിന്ന് മേടിച്ചതാണ്. കുറച്ചധികം സാധനങ്ങൾ ഒരുമിച്ച് മേടിച്ചായിരുന്നു, പക്ഷെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വന്നിട്ട് തെമ്മുവിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നപ്പോൾ കുറച്ചധികം സാധനം നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെഗിൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ വേണ്ടി മേടിച്ചായിരുന്നു. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നല്ലൊരു കംഫർട്ട് തോന്നിയപ്പോൾ അതിൽ കുറച്ചും കൂടെ മേടിച്ചു. പിന്നെ വന്നിട്ട് നമ്മൾ ഈ ഡിഷാണ് മേടിച്ചത്. ഇത് നമ്മൾക്ക് പച്ചക്കറി വേവിക്കാനും നമുക്ക് ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാനും പപ്പടമാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. നമുക്ക് പയ്യെ ഇങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പപ്പടം നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് ഒരു അരിപ്പയുണ്ട്. അരിപ്പ പോലത്തെ ഒരു ജസ്റ്റ് ഡിഷും പിന്നെ നമ്മൾ ചായ വെക്കുന്ന കൂട്ടൊരു ഡിഷും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് വന്നിട്ട് നമ്മളിപ്പോൾ എല്ലാ പീസുകളും പീസായിട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് അതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ഫിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളതുകൊണ്ടൊന്ന് നമുക്ക് എന്താ പറയുന്നത് ഒരു പൊമ്മീസ് ഫ്രഞ്ച് ഫ്രൈ ചെയ്താന്ന് പറഞ്ഞതാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഇത് ആക്കി കഴിഞ്ഞപ്പോഴത്തേനും കാര്യം പറഞ്ഞു, ചേട്ടായി പറഞ്ഞു നമുക്ക് ചായ വയ്ക്കാൻ നല്ല ഡിഷ് ആഡ് ചെയ്തെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷേ ചായ വെക്കാൻ നമ്മൾ വേറെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ആകും എന്ന് വിചാരിക്കുന്നു. ഇത് ഒരുപാട് ഉപയോഗം ഉള്ള സാധനമാണ്. വായിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാം. എന്നിട്ട് നല്ല ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് നമുക്ക് ഫുഡിന് ആക്കാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.